ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നന്നാക്കിയാട്ടോ വാങ്ങിയിട്ടുള്ളത്. എന്നാലും ഒരു കറുത്ത തൊലിയൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാട്ടോ. എല്ലാവർക്കും അറിയാം. ഇനി അറിയാൻ പാടില്ലാത്തവർക്ക് കണ്ടോളൂ. എന്നിട്ട് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ഇങ്ങനെ കണ്ടോ. അപ്പോൾ കളയുമ്പോഴത്തേക്ക് നല്ല ഒരു വൈറ്റ് കളറുള്ള മീറ്റാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ടേസ്റ്റാട്ടോ. സീ ഫുഡിൽ ഏറ്റവും ടേസ്റ്റുള്ള വിഭവങ്ങളിലൊന്നാട്ടോ കൂന്തൽ റോസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാനിക്കുട്ടി വന്നത് നോക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് അവൾക്കും കൂടെ നന്നാക്കാൻ കൊടുക്കാനൊക്കെ. അപ്പം നമ്മുടെ കുഞ്ഞ് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ അവളെയും കൂടെ സഹായത്തിന് വിളിക്കുവാണ്. അവൾ ഭയങ്കര നിർബന്ധമാണ് അവൾക്ക് തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അവൾക്കിത് കൊടുക്കുവാണ്. ഞാൻ കൊച്ചിനെടുക്കാൻ പോവാണ്. അവളിത് നന്നാക്കുന്നുണ്ട്. ഇത് വലിയ പീസ് ആയിട്ടാണെങ്കിൽ അത് ചെറുതാക്കി എടുക്കാം. അതിൻ്റെ കറുത്ത തൊലിയൊക്കെ കളയാം. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകണം കേട്ടോ. നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലോട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒരു 4 വിസിലെങ്കിലും കേൾക്കണം. എന്നിട്ട് ഞാനത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ആദ്യത്തെ വിസിൽ വന്നു. അതവിടെ ഇരുന്നാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് സവോള അരിഞ്ഞതും കുറച്ച് തക്കാളി. ഇത്രയാട്ടോ വേണ്ടത്. പിന്നെ പൊടികളാണ്. പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക്. അത് എല്ലാവരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി എടുക്കാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ആയിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള, ഉള്ളി ഇത്രയിട്ട് നല്ലതുപോലെ വഴറ്റാം. അതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇടാം കേട്ടോ. ഉള്ളി എത്രയേ ഇടാം അത്രയും നല്ലതാട്ടോ. ഉള്ളി അറിയാമല്ലോ, ഉള്ളിയുടെ ടേസ്റ്റ്. അപ്പം നമ്മളിത് ഇച്ചിരി റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, കുറച്ച് ഗ്രേവിയൊക്കെ വേണം, കുറച്ച് തിക്കാകണം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് ഇപ്പം എന്തേരം കൂന്തലാണുള്ളത് അത്ര എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാനിവിടെ കാണിച്ചിട്ടില്ല, നമുക്കത് ചേർക്കുമ്പോൾ കാണാം. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിനാട്ടോ, എരിവിനാവശ്യമായിട്ടാണ്. നമ്മൾ മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനാവശ്യമായിട്ട് വേണം പച്ചമുളക് എടുക്കാനായിട്ട്. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. നല്ല രീതിയിൽ വഴണ്ട് ഒത്തിരി മൂത്ത് പോകരുത് കേട്ടോ. അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഒരു വഴണ്ട് വരുന്ന അങ്ങനെ മതി. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളവിടെ കൂന്തൽ വേവിച്ചപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും മസാലയ്ക്കുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ തക്കാളി ഇടുവാണ്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക.
തക്കാളിയും സവോളയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. കണ്ടോ, ഇതാവുന്നുണ്ട്. നല്ലതുപോലെ വഴണ്ട് വരുമ്പം നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ച കൂന്തലിൻ്റെ അവസ്ഥ ഇതാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഈ കൂടെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ വഴറ്റണം. ആ തേങ്ങാക്കൊത്തിൻ്റെ ഫ്ലേവറൊക്കെ ആ മസാലയിലോട്ട് ഇറങ്ങണം. കണ്ടോ, നല്ലതുപോലെ ഇങ്ങനെ ആയ ശേഷം, നല്ലതുപോലെ വഴറ്റിയ ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മല്ലിപ്പൊടി ഇട്ടു, അതിന് ശേഷം മുളക് പൊടി, പിന്നെ മസാലപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കാം. ഈ സമയം തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതോ അല്ലെങ്കിൽ ഗരം മസാല പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടി മസ്റ്റായിട്ടും ചേർക്കണം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ഇടാത്തത്. കുരുമുളക് നിങ്ങൾ എന്തായാലും ഇടണം കേട്ടോ, അതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കൂന്തലും കൂടെ ചേർത്തു. ആഹാ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. സൂപ്പർ. ഇതിന് കണ്ടോ, നമ്മളൊരു തുള്ളി വെള്ളം വെക്കാണ്ടാണ് ഈ കൂന്തൽ വേവിച്ചിട്ടുള്ളത്. പക്ഷേ വെന്ത് വന്നപ്പം കുക്കറിൽ കാണാം ഇത്രയും വെള്ളമുണ്ട്. അപ്പം നമുക്കിതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കണം കേട്ടോ. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി വെള്ളവും കൂടെ പറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പം സൂപ്പറായിരിക്കും. ഇപ്പം തന്നെ ആ സ്മെല്ലടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കൊതി വരുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പൊത്തിയൊക്കെ വയ്ക്കുവാണ്. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ പറ്റിക്കോളൂ കേട്ടോ. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ആഹാ, അടിപൊളി. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂന്തലൊക്കെ കിട്ടുമ്പം വാങ്ങിച്ച് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ കൂന്തലൊക്കെ കഴിക്കണം. ഇത് വേറൊരു ടേസ്റ്റാണ്, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്ര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതേ പരുവായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പം ഞാൻ ഇവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ ജാനിക്കുട്ടി പറയുന്നുണ്ട് അടിപൊളിയാണ് ഗൈസ് എന്നൊക്കെ. അപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്, ശ്രീയേട്ടനും ഇഷ്ടമായിട്ടോ. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 പേർക്കും ഡാൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടിപൊളിയാണ്. കട്ടൻ ചായയും കപ്പയും കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ആഹാ, നല്ല ചൂട് കപ്പയും കൂന്തൽ റോസ്റ്റും നല്ല കട്ടൻ ചായയും അടിപൊളിയാണ്, സൂപ്പർ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.